Good morning, dear new students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ് അവിടെ വരെയാണ് പഠിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് സിംപ്ലി ഹിയറിംഗ് മാത്രമല്ല, ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, ടെക്സ്റ്റ് കൂടി വായിക്കണം, എഴുതേണ്ടതാണ്, നമ്മൾ പരീക്ഷ എഴുതേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതേ അധ്യായത്തിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലോഗ്രഫി. എന്താണ് ക്രിസ്റ്റലോഗ്രഫി? കറക്റ്റ്. എന്താണ് ക്രിസ്റ്റൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ക്രിസ്റ്റലോഗ്രഫി എന്ന് കേട്ടപ്പോൾ എവിടെ കിട്ടിയോ? ക്രിസ്റ്റലിനെ കുറിച്ചുള്ള പഠനം. പക്ഷെ നമുക്കൊന്ന് വ്യക്തമായി പറയണ്ടേ. എക്സ്പെരിമെന്റൽ സയൻസ് ഓഫ് ഡിറ്റർമിനിങ്, നിർണയിക്കുവാനുള്ള ഒരു പരീക്ഷണം നടത്തി കിട്ടുന്ന സയൻസാണ്. പരീക്ഷണങ്ങൾ വേണം. ചുമ്മാ നമ്മൾ ഇമാജിൻ ചെയ്ത് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റഡി അല്ല. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഊഹിച്ച് പറയുന്നത്. അതിനെ നമ്മൾ കറക്റ്റ് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ, എക്സ്പെരിമെന്റ് നടത്തി സക്സസ് ആക്കുമ്പോൾ അതിനെ ലോ എന്ന് നമ്മൾ പറയും. അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ്. പിന്നീട് നമ്മൾ എന്തായിട്ട് മാറ്റിയത് അവഗാഡ്രോസ് ലാ. ഓർമ്മ വരുന്നുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചത് ഇല്ലേ? മോൾ കൺസെപ്റ്റ്, ഒന്നാമത്തെ അധ്യായം. കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പെരിമെന്റൽ സയൻസ് ആണിത്. എക്സ്പെരിമെന്റൽ സയൻസ് ഓഫ് ഡിറ്റർമിനിങ് ദി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ ക്രിസ്റ്റൽസ്. അപ്പൊ എങ്ങനെ പറയുക? ക്രിസ്റ്റലിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂവന്റുകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണ ഫലമായി കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ എക്സ്പെരിമെന്റൽ സയൻസ് ഓഫ് ഡിറ്റർമിനിങ് ദി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ ക്രിസ്റ്റൽസ് പഠിച്ചു കഴിഞ്ഞു. ക്രിസ്റ്റലുകളിലെ ചെറുതരികളിൽ അതിനുള്ളിൽ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങൾ നടത്തി കിട്ടിയ ശേഷം എഴുതി വെക്കുന്ന ഒന്നാണ് ഏത്? ക്രിസ്റ്റലോഗ്രഫി. അപ്പോൾ ഒരു കുട്ടിക്കൊരു സംശയം, സർ ക്രിസ്റ്റൽ ഇംഗ്ലീഷ് വേർഡ് ആണോ, ഗ്രീക്ക് ആണോ, ലാറ്റിൻ ആണോ, ഏതാണ്? അപ്പോൾ അത് സ്പെയിൻ വേർഡാണ്. സ്പെയിൻ കേട്ടോ? SPAIN, സ്പെയിൻ. ക്രിസ്റ്റലോൺ എന്ന സ്പെയിൻ വേർഡിൽ നിന്നാണ് എടുത്തത്. ഇതിൽ നിന്നാണ് ക്രിസ്റ്റലോൺ, CRYSTALLON. എന്താണ് അതിന്റെ അർത്ഥം? കോൾഡ് ഡ്രോപ്പ്. എന്ത് ഡ്രോപ്പ്? കോൾഡ് ഡ്രോപ്പ്. അല്ലെങ്കിൽ ഫ്രോസൺ ഡ്രോപ്പ്. അതെന്താ സാർ? ക്രിസ്റ്റലുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ലല്ലോ. കോൾഡ് പോലും, തണുത്ത, ഫ്രോസൺ തണുത്ത് മരവിച്ച, ഘനീഭവിച്ച. അതെന്താ അങ്ങനെ കൊടുത്തത്? സ്പെയിൻകാർക്ക് സ്പെയിനിൽ വെതർ ചേഞ്ച്, കാലാവസ്ഥാപരമായ വ്യതിയാനം ഉണ്ടാവും. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളിലും അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റ് വിട്ട് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അത് നിങ്ങൾ പറയുന്നത് എന്താണ്? കണ്ടൻസേഷൻ. നമുക്ക് ഇവിടെ ഈ കോക്കനട്ട് ഓയിൽ ചില സമയങ്ങളിൽ കട്ടയാകുന്ന കണ്ടിട്ടില്ലേ? അതെ, കോൾഡ് സമയത്ത് എപ്പോഴും കട്ടയായിട്ടിരിക്കുന്നതാണ്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ വളരെ ലോ ആണ്. അതെല്ലാം ഹിൽ ഏരിയ അല്ലേ. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ കൊണ്ടുവന്ന്, ഇവിടെ നിന്ന് കോക്കനട്ട് ഓയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വെള്ള കട്ടയായിട്ടിരിക്കും. പിന്നെ നമുക്ക് വല്ല കുക്ക് ചെയ്യണമെങ്കിൽ അതിനെ ചൂടാക്കി ഉരുക്കാം. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കാണാം. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ചേഞ്ചുകൾ അവിടെ സംഭവിക്കുന്നതുകൊണ്ട് ക്രിസ്റ്റലോഗ്രഫിയെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തികൾ സ്പെയിൻകാർ ഉപയോഗിക്കുന്ന ഒരു പൊതുവായ ടേം അങ്ങെടുത്തു, ക്രിസ്റ്റലോൺ എന്ന് കൊടുത്തു. ആ ക്രിസ്റ്റലോണിൽ നിന്നാണ് ഈ ക്രിസ്റ്റൽ എന്ന വാക്ക് കിട്ടിയത്. ക്രിസ്റ്റലിനെ കുറിച്ച് പഠിക്കുന്നതായതുകൊണ്ട് ക്രിസ്റ്റലോഗ്രഫി എന്നും പേര് കൊടുത്തു. ഇനി നമുക്ക് ക്രിസ്റ്റലോഗ്രഫിയിലേക്ക് കിടക്കാം. ആർ യു ആൾ റെഡി? എല്ലാവർക്കും നല്ല ഉന്മേഷമില്ലേ? കേൾക്കാനുള്ള താല്പര്യമില്ലേ? യെസ്, അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ വിജയം. എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ സക്സസ് ഇൻട്രസ്റ്റ്, അറിയാനുള്ള ആഗ്രഹം, താല്പര്യം, അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു പ്രൗഡ്ഫുള്ളായിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ
നമുക്ക് സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്റ്റലോഗ്രഫിയുടെ ആദ്യ ഭാഗത്തേക്ക് കിടക്കാം. ഈ ക്രിസ്റ്റലോഗ്രഫിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കുറച്ച് ടേംസ് ആണ്. ടെർമിനോളജി എന്നൊക്കെ പറയും. എന്താണ് സാറേ അത്? ടേംസ് ആണ്, ടെർമിനോളജി. അപ്പോൾ ഞാൻ സ്കൂൾ എന്ന് പറയുന്നു. സ്കൂൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ പഠനം നടത്തുമ്പോൾ ആ സ്കൂളിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറേ പദങ്ങളുണ്ട്. അത് ഞാൻ പഠനം നടത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും. ഏതൊക്കെയാണ് സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പദങ്ങൾ? പ്രിൻസിപ്പൽ, ലൈബ്രറി, ലാബ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അങ്ങനെ ലാബുകൾ മാറാം. പിന്നെ ക്ലാസ് മുറി, ഓക്കെ, ഡെസ്ക്, ബെഞ്ച്, ഇങ്ങനെ അസംബ്ലി, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കൂളിനെ പറ്റി പറഞ്ഞൂടെ? അത് ഒരു സ്കൂളിൽ മാത്രമാണോ? എല്ലാ സ്കൂളുകൾക്കും ഉള്ളതാണ്. അതുപോലെ ക്രിസ്റ്റലോഗ്രഫി പഠിക്കുമ്പോൾ ഏത് ക്രിസ്റ്റൽ പഠിച്ചാലും അവയിലൊക്കെ ഉപയോഗിക്കുന്ന ചില പൊതുവായ പദങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ടേംസ്, ആ ടേംസ് എന്താണെന്ന് ചോദിച്ചാൽ സ്പേസ് ലാറ്റിസ് അഥവാ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും. എന്താണ് ഞാൻ പറഞ്ഞ പേര്? സ്പേസ് ലാറ്റിസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് എന്ത് പറഞ്ഞു? യെസ്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു. എന്താണ് ഈ സ്പേസ് ലാറ്റിസ്? ക്രിസ്റ്റലിനുള്ളിലെ തലങ്ങളിൽ, സ്പേസുകളിൽ, സർഫസുകളിൽ, പ്ലെയിനുകളിൽ ഓരോരോ ചെറുതരികളും ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു. ആ പരപ്പിനെ, ആ തലത്തെ ക്രിസ്റ്റലിന്റെ സ്പേസ് ലാറ്റിസ് എന്ന് പറയും. ഏകദേശം ധാരണയായി, ഇങ്ങനൊരു തട്ടാണ്, അതിൽ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റുകൾ എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. കുറച്ചുകൂടി ഈ പറഞ്ഞതൊന്ന് മനസ്സിലേക്ക് ഉറയ്ക്കാനായി നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് തട്ടടിക്കാറുണ്ട്. കാരണം ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുകളിലേക്ക് കെട്ടി പോകണ്ടേ? അല്ലെങ്കിൽ തന്നെ ഒരു വാർത്ത വീടായിക്കോട്ടെ, അത് തട്ടുവേണ്ടേ? അത് തട്ടടിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് തൂണുകളൊക്കെ നമ്മൾ നിർത്തിയിട്ട് അതിന് മുകളിൽ പലക അടിച്ചിട്ട് പലകയ്ക്ക് മുകളിൽ അയൺ കമ്പികൾ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് അവയ്ക്കിടയിൽ ചെറുകമ്പികൾ ചേർത്ത് അതിനിടയിൽ ഈ കോൺക്രീറ്റ് മിക്സർ വാരി നിറച്ചാണ് ഈ തട്ടുണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ? അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അവിടെ ഈ ചെറുതടികൾ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പീസായ മെറ്റലാണ്. അതായത് ഏതാണ്? പാറ, ചെറിയ പാറക്കഷ്ണങ്ങൾ. അത് നമുക്ക് തരിയായിട്ട് സങ്കല്പിക്കാം. അപ്പൊ അവ ഈ കമ്പികൾക്കിടയിൽ ഒരു പരപ്പിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ആ പ്രതലം മൊത്തം എന്താകുന്നു? സ്പേസ് ലാറ്റിസ് ആകും. ഇപ്പോൾ ധാരണയായി, അത് ശരി, അങ്ങനെയാണ്. മനസ്സിലായി അല്ലേ? അപ്പൊ എന്താ സ്പേസ് ലാറ്റിസ്? The space that shows how the constituents are arranged in the crystal. ഒരു ക്രിസ്റ്റലിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂന്റുകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന തലം, തട്ട്, പ്രതലം എന്നതാണ് സ്പേസ് ലാറ്റിസ്. അല്ലെങ്കിൽ the arrangement of constituents in three-dimensional geometrical form. കാരണം ക്രിസ്റ്റലുകൾക്കൊക്കെ ഒരു ജോമെട്രി ഉണ്ട്, ജാമിതീയ രൂപം. നിങ്ങൾ ഒരുപാട് ജാമിതീയ രൂപം പഠിച്ചിട്ടില്ലേ? യെസ്. കഴിഞ്ഞ വർഷം, അതിൻ്റെ അതേ വർഷം ഒക്കെ എൻ്റെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്, ജോമെട്രി എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ഉള്ള ഒരു ക്രിസ്റ്റലിനുള്ളിൽ ഈ തരികളൊക്കെ എങ്ങനെ, ഏതെല്ലാം തട്ടുകളിൽ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന് പൊതുവെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായി. ഇനി എന്താണ് സാർ ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്? പോയിന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ്. ക്രിസ്റ്റലിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന സ്ഥലം. നിങ്ങൾ ക്ലാസ് മുറികളിൽ ഇരിക്കാൻ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട് അല്ലേ? ചില ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങളെ മാറ്റിയും തിരിച്ചു ഇരുത്തും. അത് നിങ്ങളുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അത് നിങ്ങളുടെ സൈറ്റ്, സ്റ്റുഡന്റ് സൈറ്റ് എന്നതുപോലെ ക്രിസ്റ്റലിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂവന്റിന്റെ സൈറ്റ് ആണ് ഏത്? കോൺസ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന സ്ഥലമാണ് ഏത്? ലാറ്റിസ് സൈറ്റ്. കോൺസ്റ്റിറ്റ്യൂവന്റിന്റെ ചെയറാണ് ഏത്? ലാറ്റിസ് സൈറ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ലാറ്റിസ് പോയിന്റ്. അപ്പോൾ അത് സ്പഷ്ടമായി കഴിയും.
the point at which constituent is placed in the crystal. ക്രിസ്റ്റലിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂവിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾക്ക് അല്ലെങ്കിൽ സ്ഥലത്തിന് പറയുന്ന പേരാണ് ലാറ്റിസ് സൈറ്റ് ഓർ ലാറ്റിസ് പോയിന്റ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? സ്പേസ് ലാറ്റിസ് എന്നത് പഠിച്ചു, ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് പറയും ലാറ്റിസ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ക്രിസ്റ്റലിനെ നമുക്ക് പഠിക്കാനായിട്ട് എടുക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ക്രിസ്റ്റലോഗ്രഫി നമുക്ക് ക്രിസ്റ്റൽ ഒരെണ്ണമൊന്നുമല്ല, പ്രധാനമായും 7 ഇനം ക്രിസ്റ്റലുകളാണ് നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അവിടുന്നും ഇവിടുന്നും കാട് കയറി ആന കരിമ്പൻ തോട്ടത്തിൽ കയറുന്നതൊക്കെ അവിടുന്ന് കുറച്ച് പഠിച്ചു, ഇവിടുന്ന് കുറച്ച് പഠിച്ചു, അത് പഠിച്ചു. അവസാനം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കോൺസെപ്റ്റും ഇല്ലാതെ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരുന്ന് വിലപിക്കേണ്ടി വരും. സാർ അതിൻ്റെ സിസ്റ്റമാറ്റിക് വേരിയ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സെൻസ് കാണും. സബ്ജക്ട് സെൻസ് ഉണ്ടെങ്കിലേ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് ക്രിസ്റ്റൽ എടുക്കുകയാണ്. ക്രിസ്റ്റൽ നമുക്ക് ഒന്ന് വരയ്ക്കാൻ അറിയണം. ഒരു ക്രിസ്റ്റൽ, ഞാൻ എടുക്കുന്ന ക്രിസ്റ്റൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പാണ് ക്യൂബ് എന്ന് പറയുന്നത്. നീളവും വീതി ഉയരവും ഒക്കെ തുല്യമാണ് അല്ലേ? അപ്പൊ ക്യൂബിക് ആ ഷേപ്പ് കാണാനും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ആ ക്യൂബിക് ക്രിസ്റ്റൽ വരയ്ക്കുന്നത് എങ്ങനെ നോക്കാം. അതുകൊണ്ടാണ് സാർ ബോർഡിൽ വരച്ചിടാത്തത്. ക്ലാസ് എടുക്കവേ ഞാൻ വരയ്ക്കുന്ന പാറ്റേൺ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ 3 ഡയമെൻഷണൽ ജോമെട്രി നോട്ട് ബുക്കിൽ വരയ്ക്കാൻ സൗകര്യമായിരിക്കും. അല്ലാതെ നമ്മളൊരു ക്രിസ്റ്റൽ വരച്ചു വെക്കുമ്പോൾ ചവിട്ടേറ്റ കൊട്ട പോലൊക്കെ ആയിരിക്കും, വണ്ടിയിടിയേറ്റ ഏതെങ്കിലും ഒരു വസ്തുവിനെ പോലെ ആയിരിക്കും, ആക്സിഡന്റ് പറ്റിക്കിടക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ വരച്ചൊരു കാര്യമില്ല. അപ്പോൾ വരയ്ക്കാൻ നമുക്ക് നോക്കാം. ക്യൂബ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കും, ഇടയിൽ ഞാൻ എളുപ്പത്തിൽ ഇത് വരച്ചേക്കും കേട്ടോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൗതുകമാണ്. അങ്ങനെയാണല്ലോ നമ്മൾ സഹകരണത്തിൽ കൂടി നമുക്ക് വിജ്ഞാനമുണ്ട്, കോണ്ടാക്റ്റിലൂടെ അല്ലേ? അപ്പൊ ഞാൻ ഈ വരച്ചത് എന്താന്ന് വെച്ചാൽ ഒരു സ്ക്വയറാണ്, എല്ലാത്തിനും 4 വശവും തുല്യമാണ്. അതുപോലെ ഞാൻ മറ്റൊരു വശം അതുപോലെ 4 സൈഡഡ് ഫിഗർ വരയ്ക്കും. സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വരയ്ക്കും. നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു 3 ഡയമെൻഷണൽ ക്യൂബിക് മോഡൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതിന്റെ കോർണേഴ്സുകളെ ഞാൻ ചേർത്ത് വരയ്ക്കുന്നു. ആരെ ചേർത്ത് വരയ്ക്കുന്നു? കോർണേഴ്സ് വരയ്ക്കുന്നു. കാണുന്നുണ്ടോ? യെസ് ഓർ നോ? എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാമല്ലോ? യെസ്. ഇതൊരു ക്യൂബിക് ബോക്സ് ആണല്ലോ. ഇതിൽ നിന്ന് മറ്റുള്ളവ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നതിന് നോക്കുക. ഇങ്ങോട്ടൊരു പാരലൈൻ വരച്ചു, ഈ പാരലൈന് മറ്റൊരു പാരലൈൻ വരയ്ക്കുന്നു. അതല്പം ലെങ്ത് കുറച്ചേ വരയ്ക്കാം. ഇതിന് ഈക്വൽ ആയിട്ട് താഴെ മറ്റൊരു പാരലൈൻ, ഇതിനും ഈക്വൽ ആയിട്ട് മറ്റൊരു പാരലൈൻ. ഇവയെ തമ്മിൽ നമ്മൾ അങ്ങോട്ട് ചേർത്ത് ബന്ധിച്ചു, ഇതിനെയും ചേർത്ത് ബന്ധിച്ചു, അതിന്റെ കോർണേഴ്സിനെ ചേർത്ത് ബന്ധിച്ചു, ഇങ്ങോട്ട് ബന്ധിച്ചു. Can you understand? Yes or no? ഇപ്പൊ 2 ക്യൂബിക് ബോക്സ് ആയല്ലോ. ഇവിടെ നമുക്ക് ഇതിനെ താഴോട്ടേക്ക് കൊണ്ടുവരാം. ഇതിന് ഈക്വൽ ആയിട്ട് തന്നെ ഇയാളെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അതേപോലെ ഈക്വൽ ആയിട്ട് ഈ ഒരു എഡ്ജിനെയും കൂടി താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അടുത്തതായി ഇങ്ങോട്ട്, അതിനടുത്തതായി ഇങ്ങനെ, അതിനടുത്തത് ഇങ്ങനെ. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലേ? അവയെ തമ്മിൽ നമ്മൾ ക്രോസ് ആയിട്ട് ലെങ്ത് ഈക്വൽ ആയിട്ട് വരത്തക്ക രീതിയിൽ വേണം വരയ്ക്കാൻ. ഫ്രണ്ട് വ്യൂവിലുള്ളവയെ ഈക്വൽ ലെങ്ത്, ബാക്ക് വ്യൂവിലുള്ളവയ്ക്ക് അതുപോലെ ഈക്വൽ ലെങ്ത് വേണം. അപ്പൊ ഈക്വൽ അല്ലാത്തതുകൊണ്ടാണ് സാറിന് റബ്ബ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇതിൽ എത്ര ക്യൂബുകൾ ഉണ്ട്? 1, 2nd ക്യൂബ്, 3rd ക്യൂബ്, 4th ക്യൂബ്. ശരിയല്ലേ?
4 ക്യൂബുകൾ കിട്ടി. 3 ഡയമെൻഷണൽ ഫീലിംഗ് തോന്നുന്നുണ്ട്. ഇത് ഫ്രണ്ട് അപ്പിയറൻസ്, ടോപ്പ് അപ്പിയറൻസ്, സൈഡ് വ്യൂ. ഇപ്പോൾ കാര്യം പിടിയിട്ടല്ലോ. അപ്പൊ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, അപ്പർ വ്യൂ, ആ 3 ഡയമെൻഷൻ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ എത്ര ക്യൂബ്സ് ഉണ്ടെന്നാ പറഞ്ഞത്? 4. ഇതിലെ ഒരു ക്യൂബിന് പറയുന്ന പേരാണ്, ഒറ്റ ക്യൂബിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഒരു ഫിറ്റ് നിർമ്മിക്കുന്നു, അതിലെ ഓരോ ഇഷ്ടികയും യൂണിറ്റ് സെല്ല. ഇപ്പോൾ കാര്യം പിടികിട്ടി. അപ്പൊ ക്രിസ്റ്റലിനുള്ളിൽ ക്യൂബ്, ചെറിയ ചെറിയ ക്യൂബുകൾ ഇങ്ങനെ അടുക്കി 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 ഒരു വലിയ ക്യൂബ് ആയിട്ട് മാറും. അത് ശരി, അതിൽ ഓരോ ചെറിയ ക്യൂബുകളാണ് യൂണിറ്റ് സെൽ. ഇപ്പോൾ അതിന് പിടികിട്ടി. അപ്പൊ എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറയാൻ സാധിക്കുമല്ലോ? ദ സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ദ ക്രിസ്റ്റൽ. എന്താണ് പറഞ്ഞത്? ദ സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ദ ക്രിസ്റ്റൽ. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചാൽ ഈ ഒരു സെന്റൻസ് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. കാരണം സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് വരുന്നുണ്ട്. അപ്പോൾ അത് യൂണിറ്റ് സെൽ അല്ലേ? തർക്കം വരരുത്. നമ്മുടെ ഉത്തരത്തിന് തർക്കം വരരുത്. മറ്റൊരു ചോദ്യം വരരുത്. മറ്റൊരു ചോദ്യം ഇല്ലാത്ത രീതിയിൽ കൊടുക്കുന്ന ഉത്തരത്തിനാണ് അതിന്റെ മാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, എ ക്രിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ശരിയാണ്. ഒരു ക്രിസ്റ്റലിനുള്ളിൽ ധാരാളം ചെറിയ തരികൾ ഉണ്ട്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ പർട്ടിക്കുലർ മാനർ with a definite geometrical pattern which is continually repeating one over another to the wall place or throughout the crystal or entire space of the crystal. ക്രിസ്റ്റലിനുള്ളിൽ ധാരാളം കോൺസ്റ്റിറ്റ്യൂവന്റുകളുണ്ട്. അവയിൽ കുറെ എണ്ണം ഒരു പർട്ടിക്കുലർ മാനറിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ജോമെട്രിക്കൽ പാറ്റേൺ സൃഷ്ടിക്കുകയും ആ ജോമെട്രിക്കൽ പാറ്റേൺ ആവർത്തിച്ച് ആ ക്രിസ്റ്റലിലെമ്പാടും മുഴുവനും അത് വ്യാപിക്കുന്നു. അങ്ങനെ ആവർത്തിച്ച് വരുന്ന വ്യാപിക്കുന്ന ഏറ്റവും ചെറിയ ക്രിസ്റ്റൽ തരിക്ക്, ക്രിസ്റ്റൽ കുഞ്ഞിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ് സെല്ലിന്റെ കുഞ്ഞാണ്. ക്രിസ്റ്റലിന്റെ കുഞ്ഞ് യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിന്റെ കുഞ്ഞാണ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? A crystal has large number of constituents, particular number of constituents arranged in a definite manner to give a particular geometrical model, which is repeating throughout the crystal. This smallest repeating unit of the crystal is called unit cell. അവ യൂണിറ്റ് സെൽ പഠിച്ചു. ഈ യൂണിറ്റ് സെൽ തന്നെ പല തരത്തിലുണ്ട്. സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറയും. എന്ന് പറയും സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ്. അപ്പൊ ഇത് നമുക്കൊന്ന് റബ്ബ് ചെയ്യാം. സിമ്പിൾ ഓർ പ്രിമിറ്റീവ്. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് സെൽ വരച്ചിട്ട് ആ യൂണിറ്റ് സെൽ എങ്ങനെ സിമ്പിൾ ആയിരിക്കും എന്നൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ക്യൂബാണ്. ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. അതിന്റെ കോർണറിൽ മാത്രമേ തരികൾ സ്ഥിതി ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ സിമ്പിൾ അഥവാ പ്രിമിറ്റീവ്. പ്രിമിറ്റീവിന്റെ അർത്ഥം ആദ്യ വിഭാഗം. യൂണിറ്റ് സെല്ലുകൾ പലതരത്തിലുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്നിരുന്നു അർത്ഥം. അപ്പോൾ അത് പഠിച്ചു. അടുത്ത യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത, അവയിൽ കോൺസ്റ്റിറ്റ്യൂവന്റുകൾ കോർണേഴ്സിൽ മാത്രമല്ല നമ്മൾ ഷേപ്പ് നോക്കിയിരുന്ന സമയം പോകും. നമുക്ക് കോൺസെപ്റ്റ് ആണ് വലുത്.
അതുകൊണ്ട് നമുക്ക് അത് നോക്കി പഠിക്കാം. ശരിയല്ലേ? ഇവിടെ കോൺസ്റ്റിറ്റ്യൂവന്റുകൾ കോർണേഴ്സിൽ മാത്രമല്ല, മറിച്ച് ഫേസുകളുടെ ഓരോ മുഖങ്ങളുടെയും മധ്യഭാഗത്തായി വരുന്നുണ്ട്. എനിക്ക് 6 മുഖങ്ങളും കാണിക്കാൻ പറ്റില്ല, കാരണം ഈ ബോർഡ് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണ്. അപ്പൊ നമുക്കൊന്ന് സങ്കല്പിക്കാം, ഇത് ക്യൂബാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ക്യൂബിന്റെ ഫേസുകൾ ഏതൊക്കെയാണ്? 1, 2, ഫ്രണ്ടിലൊരു 3, സൈഡിലൊരു 4, അടുത്ത താഴെ 5. ഈ ബോർഡിന്റെ അപ്പുറത്തെ സൈഡ് എടുക്കുമ്പോൾ 6. ഇത്തരം 6 ഫേസിന്റെ സെന്ററില് മറ്റു പാർട്ടുകൾ കൂടി വരുന്നത് കൊണ്ട് ഞാൻ അതിനെ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. കുറച്ചുകൂടി ക്യൂബിക് യൂണിറ്റ് സെൽ, ക്യൂബിക് യൂണിറ്റ് സെൽ. അതിനെ ചുരുക്കി ഞാൻ FCC എന്ന് പറയുന്നു. ഇനി അടുത്തെടുക്കുകയാണെങ്കിൽ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമല്ല, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പറയും, അപ്പൊ എല്ലാ യൂണിറ്റ് സെല്ലിലും കോർണേഴ്സിൽ മസ്റ്റ് ആഡ്, എല്ലാത്തിനും കോർണേഴ്സിൽ വന്നേ പറ്റൂ. ആ കോർണേഴ്സിലുണ്ട്, കറക്റ്റാണ്. ബോഡിയുടെ, അതായത് ആ യൂണിറ്റ് സെൽ എന്ന പെട്ടിയുടെ, ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന ബോക്സിന്റെ ഉൾഭാഗത്ത് നടുവിൽ, പെട്ടിക്കുള്ളിൽ നടുവിൽ. അപ്പോൾ അത് നടുവെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഡയഗണൽ വരച്ചു നോക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് ഐഡിയ കിട്ടുക, അത് ഉള്ളിൽ ഇരിക്കുക. പുറത്താൻ പോലെ വരയ്ക്കത്തില്ല, ഏതൊരു മൂലകളെ ചേർത്ത് വരയ്ക്കേണ്ടത് ഉള്ളിലാണ്. ഇതിന് ഞാൻ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. എന്തുവരെ പറയും? ബോഡി സെന്റേർഡ്, ബോഡിയുടെ സെന്റേർഡ്, ബോഡിയുടെ ഉള്ളിൽ സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ CC. അപ്പൊ നമ്മൾ മൂന്നും ബന്ധപ്പെട്ട് കഴിഞ്ഞു. സിമ്പിൾ ഓർ പ്രിമിറ്റീവ്, ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആൻഡ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, എൻഡ് സെന്റേർഡ്. എൻഡ് സെന്റേർഡ് എന്താണ് സാർ എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ ഈ പഠിച്ച ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ എടുക്കുക. ആ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫേസുകളിൽ, അതിന്റെ ഓപ്പോസിറ്റ് ഫേസുകളിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫേസ്. അപ്പൊ കോർണേഴ്സിൽ മസ്റ്റ്, ഏതൊരു യൂണിറ്റ് സെല്ലിന്റെയും കോർണേഴ്സിൽ കോൺസ്റ്റിറ്റ്യൂന്റുകൾ ഉണ്ടായിരിക്കും. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് നോക്കാം. എന്താണ് ഇതൊരു ഫേസ്, ഇവിടെ ഒരു ഫേസ്, ഓപ്പോസിറ്റ് ഫേസുകളിൽ കൂടി ഉണ്ടാകുന്നു. സോ 4 വിഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ഓർ പ്രിമിറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ എ യൂണിറ്റ് സെൽ ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് only at the corners, only at the corners. രണ്ടാമത്തേത് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ unit cell in which particles at the corners as well as at the center of each face of the cube. കോർണറിലുണ്ട്, ഫേസുകളുടെ സെന്ററിലുണ്ട്. അടുത്തത് ബോഡി സെന്റേർഡ്. A unit cell in which constituent particles at the corners and one particle at the center in the midst inside of the cube. അത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ, മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ, അത്രയും പറഞ്ഞില്ലെങ്കിലും ഇൻസൈഡ് ദ സെന്റർ ഓഫ് ദ ക്യൂബ് എന്ന് പറഞ്ഞു. യൂണിറ്റ് സെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് അറ്റ് ദി കോർണേഴ്സ് and a particle
അറ്റ് ദി സെന്റർ ഓഫ് ദ ബോഡി. അതും ശരി. നമുക്ക് സൗകര്യപ്പെടാം, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ ആ രീതിയിൽ ആശയം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാം. അടുത്ത ഏതാണ്? എൻഡ് സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. A unit cell in which particles at the corners and particles at opposite faces. Two opposite faces. അപ്പോൾ രണ്ട് വിപരീത മുഖങ്ങളുടെ നടുക്ക് മാത്രമേ വരാവൂ. We call it is end-centered. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ മൂലയിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഒരു കൊച്ചു കുത്താണ് കൊടുത്തത്. പക്ഷെ ഈ ധാരണയോടുകൂടി നമ്മൾ അടുത്ത ഇതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ വരുന്നുണ്ട്, ഇക്വേഷൻ വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റും. അത് ഞാൻ മുൻപേ കൂട്ടി നേരത്തെ ഞാൻ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ തെറ്റ് ഉണ്ടാവില്ല. കോൺസ്റ്റിറ്റ്യൂവൻസ് എങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ ഈ പഠിച്ചതില്ല. അതാണ് അതിന്റെ കാര്യം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻസുകാർ എങ്ങനെയാണ് ഈ ക്യൂബിക് ബോക്സിൽ ക്രമീകരിച്ചിരിക്കുന്നതെന്ന ആശയമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് ഡെറിവേഷൻ പഠിപ്പിക്കുമ്പോൾ ആ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ധാരണ കിട്ടും. സോ നമുക്ക് അതെന്താന്ന് നോക്കാം. സിമ്പിൾ ഓർ പ്രിമിറ്റീവ് ഞാൻ എടുക്കുന്നു. സിമ്പിൾ ഓർ പ്രിമിറ്റീവ്. സിമ്പിൾ ഓർ പ്രിമിറ്റീവ് എടുക്കാം. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ. Yes or no? ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെ നോക്കാം. ആദ്യത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അടുത്ത കോൺസ്റ്റിറ്റ്യൂന്റുമായി ജസ്റ്റ് ടച്ച് ഈച്ച് അതർ. അപ്പൊ എഡ്ജ് കവർ ചെയ്യും. എന്ത് കവർ ചെയ്യും? എഡ്ജ് കവർ ചെയ്യും. സാർ പറയാം, ഇതൊരു എഡ്ജ് ഓഫ് ദി യൂണിറ്റ് സെൽ സങ്കല്പിക്കുക. ഇതൊരു കോൺസ്റ്റിറ്റ്യൂവന്റ്, ഇത് അടുത്ത കോൺസ്റ്റിറ്റ്യൂവന്റ്. ജസ്റ്റ് ടച്ച് ചെയ്ത് ഇനി അതിന്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിന്റെ എഡ്ജ് ലെങ്ത് എ എന്നിരിക്കട്ടെ. ക്യൂബിന്റെ ഒരു എഡ്ജ് ലെങ്ത് എ എന്നിരിക്കട്ടെ. It is radius r. This also radius r. Am I correct? Radius of the sphere. 10th ക്ലാസ്സിൽ പഠിക്കുന്നു. ഗോളം, അർദ്ധഗോളം, സ്ഫിയർ, ഹെമിസ്ഫിയർ, അല്ലേ? പൈ ആർ സ്ക്വയർ, 2πrh ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിത് റേഡിയസ് ആർ, അടുത്ത റേഡിയസ് ആർ എടുക്കുന്നു. അപ്പൊ എഡ്ജ് ലെങ്തിന്റെ നീളം എത്ര ആയിരിക്കും? r plus r is equal to 2r. ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ എഡ്ജ് ലെങ്ത് a is equal to 2r, twice of the radius of the constituent. ചോദ്യം വരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റിന്റെ റേഡിയസ് 1.5 ആംസ്ട്രോങ് എങ്കിൽ എഡ്ജ് ലെങ്ത് എന്തായിരിക്കും? അവ 2 into 1.5, 3 ആംസ്ട്രോങ്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇന്നിവിടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും കേട്ടത് ഇന്ന് തന്നെ ടെക്സ്റ്റ് വായിക്കുക, ഇപ്പറഞ്ഞ കാര്യങ്ങൾ പേപ്പറിൽ കുറിക്കുക. പഠിക്കുമ്പോൾ ഒരാളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത് പോലെ, പറഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ കൂടുതൽ വായിക്കേണ്ടി വരില്ല. അത് പെട്ടെന്ന് മനസ്സിലാവുകയും അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലറായിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെ റെഗുലർ പരീക്ഷയ്ക്കൊപ്പം കോമ്പറ്റേറ്റീവ് എക്സാം നന്നായിട്ട് എഴുതി നല്ല റിസൾട്ട് വാങ്ങുവാൻ കഴിയും. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ.